ഹായ് ഓൾ, എൻ്റെ പേര് സോണിയ കുര്യൻ. ഞാൻ റീസെൻറ്റ് ഓസ്കി വിന്നറാണ്. ഞാനൊരു റീസെറ്റ് കാൻഡിഡേറ്റ്സ് ആണ്. ആഫ്റ്റർ മൈ ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവാസ് അക്കാഡമിനെ കുറിച്ച് അറിയുന്നത്. ഇവാസിൻ്റെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സാണ് ഞാൻ എടുത്തിരുന്നത്. ഓൺലൈൻ ക്ലാസ് എനിക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. സോണി മാമിൻ്റെ വേ ഓഫ് ടീച്ചിങ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഓരോ സ്റ്റേഷനും മാം എവരി പോയിന്റ്സ് ഒത്തിരി ക്ലിയർ ആയിട്ടാണ് മാം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതെനിക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു എൻ്റെ അച്ചീവ്മെൻറ്റിന്. അതുകൂടാതെ മാം ഓരോ വീക്കിലും എക്സാമിന് വരുന്ന എക്സാമിനുള്ള ചേഞ്ചസ് എന്നീ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അത് മാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നു. അതൊക്കെ എനിക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. ഓഫ്ലൈൻ ക്ലാസ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ ട്യൂട്ടേഴ്സ് ഒക്കെ ഒത്തിരി നല്ലതായിരുന്നു. ആനറ്റ്, അനു ആൻഡ് അഖില ഇവരൊക്കെ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ ഇൻഡിവിജ്വൽ അറ്റൻഷനാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ ഓരോ സ്റ്റേഷനും നമ്മൾ പെർഫെക്റ്റ് ആകുന്നിടം വരെയും അവർ റിപ്പീറ്റ് ചെയ്യിച്ചുകൊണ്ടിരുന്നു. മോക്ക് ടെസ്റ്റ് ഒക്കെ ആണെങ്കിലും അവസാനം ഫീഡ്ബാക്ക് തന്ന് ഏത് സ്റ്റേഷനാണോ നമ്മൾ വീക്ക് അത് നമ്മളെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇനി ഓസ്കി എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഞാൻ ഇവാസ് അക്കാഡമിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കോഴ്സ് സജസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു. ഹായ് ഓൾ, എൻ്റെ പേര് സോണിയ കുര്യൻ. ഞാൻ റീസെൻറ്റ് ഓസ്കി വിന്നറാണ്. ഞാനൊരു റീസെറ്റ് കാൻഡിഡേറ്റ്സ് ആണ്. ആഫ്റ്റർ മൈ ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവാസ് അക്കാഡമിനെ കുറിച്ച് അറിയുന്നത്. ഇവാസിൻ്റെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സാണ് ഞാൻ എടുത്തിരുന്നത്. ഓൺലൈൻ ക്ലാസ് എനിക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. സോണി മാമിൻ്റെ വേ ഓഫ് ടീച്ചിങ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഓരോ സ്റ്റേഷനും മാം എവരി പോയിന്റ്സ് ഒത്തിരി ക്ലിയർ ആയിട്ടാണ് മാം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതെനിക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു എൻ്റെ അച്ചീവ്മെൻറ്റിന്. അതുകൂടാതെ മാം ഓരോ വീക്കിലും എക്സാമിന് വരുന്ന എക്സാമിനുള്ള ചേഞ്ചസ് എന്നീ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അത് മാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നു. അതൊക്കെ എനിക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. ഓഫ്ലൈൻ ക്ലാസ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ ട്യൂട്ടേഴ്സ് ഒക്കെ ഒത്തിരി നല്ലതായിരുന്നു. ആനറ്റ്, അനു ആൻഡ് അഖില ഇവരൊക്കെ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ ഇൻഡിവിജ്വൽ അറ്റൻഷനാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ ഓരോ സ്റ്റേഷനും നമ്മൾ പെർഫെക്റ്റ് ആകുന്നിടം വരെയും അവർ റിപ്പീറ്റ് ചെയ്യിച്ചുകൊണ്ടിരുന്നു. മോക്ക് ടെസ്റ്റ് ഒക്കെ ആണെങ്കിലും അവസാനം ഫീഡ്ബാക്ക് തന്ന് ഏത് സ്റ്റേഷനാണോ നമ്മൾ വീക്ക് അത് നമ്മളെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇനി ഓസ്കി എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഞാൻ ഇവാസ് അക്കാഡമിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കോഴ്സ് സജസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു.